ബംഗ്ലാദേശ് കലാപത്തിൽ കമ്മ്യൂണിസ്റ്റ് നേതാവ് കൊല്ലപ്പെട്ടു. ജമാഅത്ത് ഇസ്ലാമി ഭീകരരാണ് കമ്മ്യൂണിസ്റ്റ് നേതാവ് പ്രദീപിനെ കൊലപ്പെടുത്തിയത്. തൊഴിലാളി നേതാവായ പ്രദീപ് മാധ്യമപ്രവർത്തകൻ കൂടിയാണ്. ഇപ്പോൾ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി നൽകാൻ ഗൗതം ചേരുകയാണ്. ഗൗതം, നമ്മളിപ്പോൾ ഈ വഖഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്ന വേളയിൽ തന്നെയാണ് ഇതും ശ്രദ്ധേയമാകുന്നത്. കാരണം ഇവിടെ മുസ്ലിം പ്രീണനമാണ് നടത്തുന്നത് ഈ പ്രതിപക്ഷം എന്ന് നമുക്ക് വ്യക്തമാണ്. കാരണം അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ബില്ലിനെ രാഷ്ട്രീയ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് അവർ എതിർക്കുന്നത്. പക്ഷേ നേരെ ബംഗ്ലാദേശിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ ഗൗരവ് സൂചിപ്പിച്ചതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമി അടക്കം ഹൈന്ദവ വിരുദ്ധ സമീപനം സ്വീകരിക്കുന്നത് കാലാകാലങ്ങളാണ്. അത്തരത്തിൽ ഹിന്ദുക്കളുടെ വീടുകൾ ആക്രമിക്കുന്നു, അവിടുത്തെ ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കപ്പെടുന്നു. ഇപ്പോൾ ഹൈന്ദവ അല്ലെങ്കിൽ ഹിന്ദുക്കളെയൊക്കെയും കൊന്നൊടുക്കുന്ന ഒരു സമീപനം ഉണ്ടാകുന്നു. അതിനെപ്പോലും അനുകൂലിക്കുന്ന അല്ലെങ്കിൽ അതിനെപ്പോലും രാഷ്ട്രീയമായി ഏത് തരത്തിലാണ് ഞങ്ങൾക്ക് അനുകൂലമാക്കാൻ സാധിക്കുക എന്നുള്ള നിലപാടാണ് കോൺഗ്രസ് അടക്കം ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൂടി നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ചേർത്ത് വയ്ക്കേണ്ടതുണ്ടൊപ്പം ബംഗ്ലാദേശിലെ നിലവിലെ സാഹചര്യവും എത്രത്തോളം കലുഷിതമാണ് ഗൗതം? കെ പി, ബംഗ്ലാദേശിൽ കലാപം ഒഴിയുന്നില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ബംഗ്ലാദേശിലെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായിട്ടുള്ള പ്രദീപ്, ഇദ്ദേഹം ഒരു തൊഴിലാളി നേതാവാണ്, അതോടൊപ്പം തന്നെ ഒരു മാധ്യമ പ്രവർത്തകനും ബംഗ്ലാദേശിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ ഏകോപിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുള്ള പ്രദീപ് എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിനെയാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഭീകരർ കൊലപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ കെ പി സൂചിപ്പിച്ചതുപോലെ ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആഭ്യന്തര സംഘർഷമാണെങ്കിലും വ്യാപകമായി അവിടെ ഹിന്ദുക്കൾക്ക് നേരെ അക്രമം നടക്കുന്നുണ്ട്. ഹൈന്ദവ ക്ഷേത്രങ്ങൾ ധാരാളം തലസ്ഥാനമായ ധാക്കയിൽ ഉൾപ്പെടെ തീവച്ച് നശിപ്പിച്ചു. ചിറ്റഗോങ് പോലെയുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം ക്ഷേത്രങ്ങൾക്ക് നേരെയും ആശ്രമങ്ങൾക്ക് നേരെയും അക്രമമുണ്ടായി. ധാരാളം ഹിന്ദു സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നതിന്റെ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ ബംഗ്ലാദേശിൽ നിന്നും ഓരോ മണിക്കൂറിലും പുറത്തു വരികയാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ഭീകരർ കമ്മ്യൂണിസ്റ്റ് നേതാവിനെ വധിച്ചിരിക്കുന്നു എന്നത് സംബന്ധിച്ചുള്ള വാർത്ത വരുന്നത്. നമുക്കറിയാം, ജമാഅത്തെ ഇസ്ലാമി ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഇസ്ലാമിക ഭീകര സംഘടനയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവര് ഇസ്ലാം വിരുദ്ധമായി ചൂണ്ടിക്കാണിക്കുന്നത് ജാഹില്യാത്ത് എന്നാണ്. പൊതുവെ അവർ ഇരുണ്ട കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. അതിനാൽ ഈ ജാഹില്യാത്തിനെ ആരൊക്കെ രൂപപ്പെടുത്തുന്നു എന്നതിനെ പറ്റി മൗദൂദി തന്നെ അവരുടെ കൃതികളിൽ വിശദീകരിക്കുന്നു. അതിൽ വിഗ്രഹാരാധന നടത്തുന്ന ഹിന്ദുക്കൾ, അതോടൊപ്പം തന്നെ മറ്റ് ജൈന ബുദ്ധ മതവിഭാഗങ്ങൾ, ആഗോളതലത്തിൽ മതപരിവർത്തന പ്രവർത്തനങ്ങൾ നടത്തുന്ന ക്രിസ്ത്യാനിറ്റി, അതോടൊപ്പം തന്നെ ജൂതമതം, ഒപ്പം ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന കമ്മ്യൂണിസ്റ്റുകളും ജാഹില്യാത്താണ്, അതായത് ഇരുണ്ട കാലഘട്ടത്തിന്റെ വക്താക്കളാണ് എന്നാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ അത് കേരളത്തിലാണെങ്കിലും ബംഗ്ലാദേശിലാണെങ്കിലും വിശ്വസിക്കുന്നത്. അതിനാലാണ് ഇപ്പോൾ ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന കലാപം അതിപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് നേരെ കൂടി ഈ ധാക്കയിലും അതോടൊപ്പം തന്നെ ബംഗ്ലാദേശിന്റെ മറ്റു ഭാഗങ്ങളിലും വ്യാപിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് നേതാവും പത്രപ്രവർത്തകനുമായിട്ടുള്ള പ്രദീപ് എന്ന നേതാവിനെയാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ കൊലപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ജമാഅത്തെ ഇസ്ലാമി ഭീകരരാണ് ഈ ആക്രമണം നടത്തിയിരിക്കുന്നത്. വ്യാപകമായ രാജി എന്നുള്ള ആവശ്യമാണ് അവർ ആദ്യം മുന്നോട്ട് വെച്ചത്, വിദ്യാർത്ഥികളടക്കം മുന്നോട്ട് വെച്ചത്, പ്രതിപക്ഷം മുന്നോട്ട് വെച്ചത്. പക്ഷേ ഷെയ്ഖ് ഹസീന രാജിവെച്ച സാഹചര്യത്തിൽ ശാന്തമാകും, കലാപം അല്പം മാറും, അല്ലെങ്കിൽ കലാപം വിട്ടൊഴിയും എന്നുള്ള വിലയിരുത്തൽ അപ്പാടെ അസ്ഥാനത്താക്കിക്കൊണ്ടുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ അവിടെയുള്ളത്. ഇത് മറ്റൊരു തരത്തിലേക്ക് ന്യൂനപക്ഷങ്ങളെ അടക്കം വേട്ടയാടുകയും കൊള്ള ചെയ്യപ്പെടുകയും ചെയ്യുന്ന മറ്റൊരു അവസ്ഥയിലേക്ക് അതിക്രമം വളരുകയാണല്ലേ? കെ പി, ബംഗ്ലാദേശിലെ കലാപം ഇപ്പോൾ മറ്റൊരു രൂപത്തിലേക്ക് അത് മാറുകയാണ്. മതന്യൂനപക്ഷങ്ങളെ, പ്രത്യേകിച്ച് ബംഗ്ലാദേശിലെ മതന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ അത് ഹിന്ദു സമൂഹമാണ്. നിലവിലത് 7.95% ചുരുങ്ങിയിരിക്കുന്ന ഹിന്ദു സമൂഹം. 1947 രാഷ്ട്ര വിഭജനത്തിന്റെ കാലഘട്ടത്തിൽ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ എണ്ണം പരിശോധിച്ചാൽ അത് 28%. പിന്നീട് 1971 ബംഗ്ലാദേശ് രൂപീകരിക്കുന്നതിനായി നടന്ന വിമോചന സമര കാലഘട്ടം, ആ സമയത്തും ധാരാളം ഹൈന്ദവ സമൂഹത്തിന് നേരെ അവിടെ അക്രമം ഉണ്ടാവുകയും കൊല്ലപ്പെടുകയും ചെയ്തു. അങ്ങനെ ആ കാലത്ത് അത് 20%-ലേക്ക് ചുരുങ്ങി. 2011 സെൻസസ് പ്രകാരം ബംഗ്ലാദേശിലെ ഹിന്ദു ജനസംഖ്യ അത് 9%-ആയിരുന്നുവെങ്കിൽ 2022 ബംഗ്ലാദേശിലെ കണക്കുകൾ നോക്കുമ്പോൾ അത് 7% ഇപ്പോഴത്തെ ഹിന്ദു ജനസംഖ്യ. അതിനാൽ ഹിന്ദു വംശഹത്യ അല്ലെങ്കിൽ മതന്യൂനപക്ഷത്തിലെ ഏറ്റവും പ്രബല മതമായിട്ടുള്ള ഹൈന്ദവ സമൂഹത്തെ
പൂർണ്ണമായി തന്നെ നിഷ്കാസനം ചെയ്യുക എന്ന് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രവർത്തനം ബംഗ്ലാദേശിൽ ഇസ്ലാമിസ്റ്റുകളുടെ ഭാഗത്ത് നിന്നും വർഷങ്ങളായി തന്നെ നടക്കുന്നുണ്ട്. അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഈ ക്ഷേത്രങ്ങൾക്ക് നേരെ നടക്കുന്ന അക്രമം. അതിപ്പോൾ കമ്മ്യൂണിസ്റ്റുകൾക്ക് നേരെ കൂടി മാറുന്നു എന്നതാണ് വളരെ ശ്രദ്ധേയമാകുന്നത്. അതാണ് നേരത്തെ സൂചിപ്പിച്ചത്. ജമാഅത്തെ ഇസ്ലാമി അത് ഏതെങ്കിലും ഒരു രാജ്യത്ത് നിൽക്കുന്നതല്ല, മറിച്ച് ഭാരതത്തിലും പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും അതോടൊപ്പം തന്നെ ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിലുമെല്ലാം ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരേ നയമാണ് ഉള്ളത്. അതിൽ അവർ ഇസ്ലാമിന്റെ എതിരാളികൾ, അതല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച ജാഹില്യാത്ത് എന്നവർ വിശേഷിപ്പിക്കുന്ന ഇരുണ്ട കാലഘട്ടത്തിന്റെ വക്താക്കളാകുന്നവരായി അവർ ചൂണ്ടിക്കാണിക്കുന്നതിൽ ഒന്ന് കമ്മ്യൂണിസ്റ്റുകളാണ്. ഒപ്പം ഹൈന്ദവരെ സ്വാഭാവികമായും സൂചിപ്പിക്കുന്നു, കാഫറുകൾ എന്ന് വിശേഷിപ്പിക്കുന്നു വിഗ്രഹാരാധന നടത്തുന്നവരെ. അതോടൊപ്പം തന്നെ ബുദ്ധമതത്തെയും ക്രിസ്ത്യാനിറ്റിയെയും എല്ലാം എതിർക്കുന്നുണ്ട്. ഒപ്പം കമ്മ്യൂണിസ്റ്റുകളെയും വകവരുത്തിക്കൊണ്ടുള്ള നീക്കമാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ നടക്കുന്നത്. പക്ഷേ കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമി അനുകൂല നിലപാട് പല ഘട്ടങ്ങളിലും CPM ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കുന്നു. മാത്രമല്ല രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ, അതായത് CPM ഉൾപ്പെടെയുള്ളവർ കേരളത്തിൽ കൈക്കൊണ്ടിട്ടുള്ള നിലപാട് എന്നത് ബംഗ്ലാദേശിൽ ഇപ്പോൾ കലാപം നടത്തിക്കൊണ്ടിരിക്കുന്നത് വിപ്ലവകാരികളാണ് എന്നുള്ളതാണ്. കാരണം വിപ്ലവകാരികൾ എന്ന് വിശേഷിപ്പിക്കുന്നതിലൂടെ ഷെയ്ഖ് ഹസീനയ്ക്കെതിരായ നിലപാടാണ് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് സംഘടനകൾ സ്വീകരിക്കുന്നത്. അത് CPM ആണെങ്കിലും CPI ആണെങ്കിലും മറ്റ് ഇടത് പ്രസ്ഥാനങ്ങളാണെങ്കിലും ബംഗ്ലാദേശിൽ കലാപം നടത്തുന്നവർ ഷെയ്ഖ് ഹസീനയുടെ ഭരണകൂട ഭീകരതയെ എതിർക്കുന്ന വിപ്ലവകാരികളാണ് എന്ന വിശേഷണമാണ് കമ്മ്യൂണിസ്റ്റുകൾ നമ്മുടെ രാജ്യത്ത് നടത്തുന്നത്. പക്ഷേ ഇതേ കമ്മ്യൂണിസ്റ്റ് നേതാവിനെയാണ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്കാർ ബംഗ്ലാദേശിൽ വധിച്ചിരിക്കുന്നത്. ഡൽഹിയിൽ നിന്ന് ഗൗതമാണ് വിശദാംശങ്ങൾ നൽകിയത്.